ഗണിതത്തിലെ യൂണിറ്റ് 1 ജോയിനിങ് ആംഗിൾസ് അഥവാ കോണുകൾ കൂടിച്ചേരുമ്പോൾ എന്ന പാഠഭാഗത്തിലെ 3ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ വീടുകളിൽ നിന്ന് ചെയ്യുക. ആദ്യം എല്ലാവരും ഒരു റൂളർ അഥവാ സ്കെയിൽ എടുക്കുക. സ്കെയിലെടുത്ത് ഒരു ലൈൻ അഥവാ ഒരു വര വരയ്ക്കുക. ആ ലൈൻ അഥവാ ആ വരയ്ക്ക് ഒരു പേര് കൊടുക്കുകയാണ് എ ബി എന്ന ലൈൻ അല്ലെങ്കിൽ എ ബി എന്ന വര. ഈ വരയിൽ വീണ്ടും ലംബമായിട്ടുള്ള ഒരു വര വരയ്ക്കുകയാണ്, പെർപെൻഡിക്കുലർ സൈഡ്. അതിനൊരു പേര് കൊടുക്കുകയാണ് സാറ് എ സി. അപ്പോൾ ഇവിടെ 2 ലൈനുകളുണ്ട്, 2 വരകളുണ്ട്. ഒന്ന് എ ബി എന്ന വരയും 2 എ സി എന്ന വരയും. ഈ 2 വരകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 2 വരകളും എ ബി കോമ എ സി ആർ പെർപെൻഡിക്കുലർ സൈഡ്സ്. എ ബി കോമ എ സി ഈ 2 വരകളും ലംബവശങ്ങളാണ്. നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഈ ആംഗിൾ എല്ലാവർക്കും അറിയാം, 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രി ആയിരിക്കും. എ സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി അല്ലേ? എ സിയും എ ബിയും ലംബവശങ്ങളാണ്. അപ്പൊ ആ ലംബവശങ്ങൾക്കിടയ്ക്കുള്ള കോൺ നമുക്കറിയാം 90 ഡിഗ്രി അഥവാ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇത്രയും കാര്യം പിടികിട്ടിയോ? ഇനി ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും ഈ 2 ലംബവശങ്ങൾ അഥവാ ഈ 2 പെർപെൻഡിക്കുലർ സൈഡിന് ഉള്ളിലായി ഒരു വര വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. അതിനൊരു പേര് കൊടുത്തു സാറ് ഡി. അപ്പൊ ആ 2 ലംബവശങ്ങൾ അഥവാ 2 പെർപെൻഡിക്കുലർ സൈഡിന് ഉള്ളിലായിട്ട് ഒരു ആംഗിൾ വരച്ചു അല്ലേ? ഒരു കോൺ കിട്ടി. ആ കോണിന്റെ പേരെന്ന് പറയാമോ? ദാണ്ടേ സാറിന് പറയുകയാണ്. ആ കോൺ എത്ര സാറ് പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. 30 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി. അപ്പൊ ആ കോണിന്റെ പേര് അല്ലെങ്കിൽ ആംഗിളിന്റെ പേര് എങ്ങനെ പറയാം മക്കളെ? കോൺ ഡി എ ബി അല്ലെങ്കിൽ ആംഗിൾ ഡി എ ബി സമം 30 ഡിഗ്രി. ഞാൻ എഴുതാൻ പോവാണ്. ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി അല്ലേ? കോൺ ഡി എ ബി എത്രയാ മക്കളെ? 30 ഡിഗ്രി. ഉണ്ടോ? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാ. അപ്പൊ പഠിച്ചത് വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ആശയത്തിലേക്ക് വരാൻ പോവാ. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നിന്നും അഥവാ ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താവുന്ന ഒരു ആംഗിൾ ഉണ്ട് അല്ലേ? ആ ആംഗിൾ ഒന്ന് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാ സാർ, ശ്രദ്ധിച്ചിരിക്കണം. ആ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞേ, ആംഗിളിന്റെ പേര് പറഞ്ഞേ കോൺ സി എ ഡി അല്ലെങ്കിൽ ആംഗിൾ സി എ ഡി. അതെത്രാന്ന് നിങ്ങൾക്ക് അറിയാം? ആംഗിൾ സി എ ഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സി എ ഡി, കോൺ സി എ ഡി അഥവാ ആംഗിൾ സി എ ഡി എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും മക്കളെ? ഒന്ന് പറഞ്ഞേ. എത്ര ആയിരിക്കും? 90 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി സമം 60 ഡിഗ്രി അല്ലേ? ഇപ്പൊ കോൺ സി എ ഡി അല്ലെങ്കിൽ ആംഗിൾ സി എ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിൽ നിന്നും പുതിയ ആശയത്തിലേക്ക് വരാൻ പോവാ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഏത് ആംഗിളാണ് കിട്ടിയത്? ആംഗിൾ സി എ ഡി അഥവാ കോൺ സി എ ഡി എത്ര കിട്ടി? 90 മൈനസ് 30 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ 2 കാര്യം പിടികിട്ടിയോ? പിടികിട്ടിയല്ലോ. ഇനി ശ്രദ്ധിക്കുക സാറ്, എ ബി എന്ന് പറയുന്ന വര, ആ എ ബി എന്ന് പറയുന്ന വരയെ സാറ് ഇടത്തേക്കൊന്ന് നീട്ടി വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കണേ.
എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. സാർ എന്ത് ചെയ്തു? എ ബി എന്ന് പറയുന്ന വര ഇടത്തേക്ക് നീട്ടി. ആ വരയ്ക്ക് അല്ലെങ്കിൽ ലൈനൊരു പേര് കൊടുത്തു. എന്താണ്? എ ഇ. ഉണ്ടോ? അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? മൊത്തം എത്ര ആംഗിൾസ് ഉണ്ട്? ഇതിൽ ഏത് ആംഗിൾസ് കണ്ടുപിടിക്കണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഓർക്കുന്നുണ്ടാവും എല്ലാവരും. എന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ തന്നിരിക്കുന്ന ആംഗിൾസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആ ചിത്രത്തിലോടൊന്ന് ശ്രദ്ധിച്ചേ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ശ്രദ്ധിച്ചേ. നോക്കിയേ. അപ്പൊ ഇതൊന്ന് എഴുതാൻ പോ സാർ. എത്ര മക്കളെ? എത്ര കണ്ടുപിടിച്ചത്? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ആംഗിൾ ഇ എ ഡി എത്രയാണ്? ആംഗിൾ ഡി ഇ എ ഡി എത്രയാണ് എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്. ഈ ആംഗിള് എത്രയായിരിക്കും? എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലേ? എത്ര ആയിരിക്കും മക്കളെ? ഇ എ ഡി. ആ വലിയ ആംഗിള് ഏതൊക്കെ രണ്ട് ചെറിയ ആംഗിൾ കൂടി ചേർന്നാ നോക്കിയ മക്കളെ? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഏതൊക്കെയാ? ആംഗിൾ ഇ എസ് സി. എല്ലാവർക്കും അറിയാം ആംഗിൾ ഇ എസ് സി എത്രയാണ്? 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രി അഥവാ റൈറ്റ് ആംഗിൾ ആയിരിക്കും, മട്ടകോണായിരിക്കും അല്ലേ? ഇനി നോക്കി അടുത്തത് ഇ എ ഡി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കോണുകൾ അല്ലെ ഏതൊക്കെ ആംഗിൾസ് ചേരുന്നതാ മക്കളെ? ഇ എ സി. കോൺ ഇ എ സിയും കോൺ സി എ ഡിയും ചേരുന്നതാ അല്ലേ? ഏതൊക്കെയാണ് കോൺ? ഏതൊക്കെയാണ്? ഒന്ന് അടയാളപ്പെടുത്തുക സാറ്. ഇ എ സിയും അടുത്തേതാ മക്കളെ? അടുത്തേതാ? കോൺ സി എ ഡിയും കൂടെ ചേരുന്നതാണ് ആര്? കോൺ ഇ എ ഡി എന്ന് പറയുന്ന ആംഗിൾ. അപ്പൊ അത് എത്ര ആയിരിക്കും എന്ന് പറയാമോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞേ. എത്ര ആയിരിക്കും? 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. 90 ഡിഗ്രിയുടെ കൂടെ 60 ഡിഗ്രി കൂട്ടിയാൽ എത്ര വരും? 150 ഡിഗ്രി. എല്ലാവർക്കും മനസ്സിലായോ? അത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയതാണ്. അവിടെ നിന്നാണ് സാറ് വീണ്ടും തുടങ്ങി പുതിയൊരു ആശയത്തിലേക്ക് വരാൻ പോവുകയാണ്. ഇത്രയും പിടി കിട്ടിയല്ലോ. 90 ഡിഗ്രിയും 60 ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 150 ഡിഗ്രി. ഇത്രയും പിടി കിട്ടിയോ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരികയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും കാര്യം പിടി കിട്ടിയല്ലോ. ഇത്രയും നമ്മൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ പുതിയ സെക്ഷനിലേക്ക് കടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചിത്രത്തില് ആംഗിൾ ഇ എ ഡിയും ആംഗിൾ ഡി എ ബിയും തമ്മിലുള്ള ബന്ധം എന്ത്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഇ എ ഡി കോമ ആംഗിൾ ഡി എ ബി? അല്ലേ? കോൺ ഇ എ ഡിയും കോൺ ഡി എ ബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഫിഗർ നോക്കി പറയാമോ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. കോൺ അഥവാ ആംഗിൾ ഇ എ ഡി നമ്മൾക്ക് കിട്ടിയതാണ് നേരത്തെ. 90 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. നേരത്തെ കാര്യം ഓർക്കണം എല്ലാവരും. ഇനി അടുത്തത് ഡി അല്ലെങ്കിൽ കോൺ ഡി എ ബി അല്ലെങ്കിൽ ആംഗിൾ ഡി എ ബി എത്രയാ മക്കളെ? 30 ഡിഗ്രിയാണ് അല്ലേ? ആ രണ്ട് ആംഗിൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞാട്ടെ. ആ രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? 150 ഡിഗ്രി പ്ലസ് പിന്നെന്താണ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 180 ഡിഗ്രി എന്നുള്ള ഒരു റിലേഷൻ അഥവാ ബന്ധമാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? വളരെ സിമ്പിൾ ആണ് അല്ലേ? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. കോൺ ഇ എ ഡി, കോൺ ഇ എ ഡി എത്രയാണ്? 150 ഡിഗ്രി. അത് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്ത നോക്കിയേ, ഡി കോൺ ഡി എ ബി അതെത്രയാണ്? 30 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആംഗിൾ ഇ എ ഡിയും ആംഗിൾ ഡി എ ബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ബന്ധം എന്താണ്? മാത്തമാറ്റിക്സ് നമുക്ക് എങ്ങനെ ഇടാൻ പറ്റും? രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര വന്ന? 150 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത്രയും പിടി കിട്ടിയോ എല്ലാവർക്കും? ഇത്രയും കാര്യം പിടി കിട്ടിയല്ലോ? യെസ്. ഓക്കെ,
ഞാൻ ബോർഡിൽ ഒരു ലൈൻ അഥവാ ഒരു വര വരച്ചു. ആ വരയിൽ നിന്നും ഞാൻ കണ്ട് ശ്രദ്ധിക്കുക, ഒരു മറ്റൊരു വര വരയ്ക്കാണ്. ഞാൻ ഇവിടുത്തെ കൂട്ടാൻ്റെ പേരൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് വരകൾ മാത്രം വരയ്ക്കുക. ഇതില് ഈ ആംഗിൾ അഥവാ ഈ കോൺ തന്നിട്ടുണ്ട് 120 ഡിഗ്രി എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? അല്ലെങ്കിൽ രണ്ട് ആംഗിൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് കോണുകൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അതായത് കഴിഞ്ഞൊരു പ്രവർത്തനം നമ്മൾ ചെയ്തത് അത് തന്നെയായിരുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ ഒരു ലംബം വരയ്ക്കും. ഞാൻ കോണുകൾ അഥവാ ആംഗിൾസ് ഏകദേശമാണ് എഴുതിയിരിക്കുന്നത്, വരച്ചല്ല, ഏകദേശം ഒരു ആംഗിൾ ആണ്. അപ്പൊ ഇതെല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് ഇത് രണ്ടും എന്താണ്? ലംബവശങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ ഇത് നമുക്കറിയാം എത്ര വരും? എത്ര വരും മക്കളെ? 90 ഡിഗ്രി അഥവാ 90. ഇപ്പൊ കഴിഞ്ഞ പ്രവർത്തനം എല്ലാവരും ഒന്ന് നോക്കിയാട്ടെ. കഴിഞ്ഞ പ്രവർത്തനം എല്ലാവരും ഓർമ്മയിലേക്ക് വന്നേ. അപ്പൊ എന്ത് വരും? ഇത് നമുക്കറിയാം, ഇത് മൊത്തം 120 ഡിഗ്രി. അപ്പൊ ഇത് 90, ഇത് എത്ര ആയിരിക്കും മക്കളെ? 30. അപ്പൊ 90 30 എത്ര കിട്ടി? 120. മനസ്സിലാവുന്നോ? എല്ലാവർക്കും കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ഈ ആംഗിൾ എത്രയാണ്? അപ്പൊ ഞാനത് മാർക്ക് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പേര് പറയുന്നില്ല. ഈ ആംഗിൾ, ഈ കോൺ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കോൺ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ആംഗിൾ എത്ര നമ്മുടെ? 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? നമ്മൾ കഴിഞ്ഞ ആ പ്രവർത്തനത്തിൽ പഠിച്ചതാണ്. ആ രണ്ട് ആംഗിൾ തമ്മിലുള്ള ബന്ധം എത്ര പറഞ്ഞത്? 180 ഡിഗ്രി. ഏതൊക്കെ രണ്ട് കോണുകൾ അല്ലെങ്കിൽ ഏതൊക്കെ രണ്ട് ആംഗിൾസ് കൂട്ടപ്പെടുക 180 അല്ലെങ്കിൽ 180 ഡിഗ്രി വരേണ്ടതാ? മാർക്കിനുള്ള പേര് പറയുന്നില്ല. ഈ ആംഗിൾ അഥവാ ഈ കോണും ഈ ആംഗിൾ അഥവാ ഈ കോണും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി, 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും മക്കളെ? ഇത് 120 ആവുമ്പോൾ ഇത് എത്ര ആയിരിക്കും? എനിക്ക് രണ്ട് ആംഗിൾ അല്ലെങ്കിൽ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ എത്ര വരണം? 180. അപ്പൊ എത്ര കിട്ടും? 60 ഡിഗ്രി. എങ്ങനെ കിട്ടിയതാണ്? എങ്ങനെ കിട്ടിയതാണ്? 180 നിന്നും 120 കുറച്ചപ്പോൾ എത്ര കിട്ടി? 60 ഡിഗ്രി അഥവാ 60 ഡിഗ്രി. ഈ പ്രവർത്തനം മനസ്സിലായ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രവർത്തനം നടക്കുകയാണ്. എല്ലാവരും സാറ് പറയുന്നത് പോലെ ചെയ്യണം. എല്ലാവരും ചെയ്താട്ടെ. അടുത്ത പ്രവർത്തനം എല്ലാവരും പറയണം. എല്ലാവരും ഒരു വര വരച്ചാട്ടെ. ഒരു വര വരച്ചു. വര വരച്ചു. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് ചിത്രം വരച്ചാട്ടെ. വരച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്താൻ പോവാണ്. ഇത് 110 ഡിഗ്രി, 110 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കോൺ അഥവാ ഈ ആംഗിൾ എത്രയാണ്? ഇനി നമ്മുടെ പെർപെൻഡിക്കുലർ സൈഡ് വരച്ചിട്ട് പഠിക്കണം വേണ്ട. നമുക്ക് പറയാൻ സാധിക്കും. എന്ത് പറയാൻ സാധിക്കും മക്കളെ? ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ രണ്ട് കോണുകൾ കൂട്ടുന്ന 180 ഡിഗ്രി അഥവാ 180 ഡിഗ്രി വരണം. അല്ലേ? അപ്പോൾ എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? 70 ഡിഗ്രി അല്ലെങ്കിൽ 70 ഡിഗ്രി ആയിരിക്കും. പിടികിട്ടിയോ? പിടികിട്ടിയതാണല്ലോ. അപ്പൊ ഞാൻ എന്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഞാൻ എന്റെ ആശയത്തിലേക്ക് പോവുകയാണ്. നോക്കിയേ, when a line drawn from another line, the pairs of angles are formed on both sides. both sides ഉള്ള ആംഗിൾസ് പറഞ്ഞ പേരാണ്. എന്ത് പേരാണ്? ലീനിയർ പെയർ. ലീനിയർ
തുല്യ ജോഡി. മനസ്സിലാവുന്നുണ്ടോ? മലയാളവും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു വരയിൽ നിന്നും മറ്റൊരു വര വരച്ചപ്പോൾ ഇരുവശത്തുമായി ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ ഉണ്ടായി. ആ കോണുകളുടെ പ്രത്യേകതയാണ്, ആ കോണുകൾക്ക് പറയുന്ന പേരാണ്, ആ ആംഗിൾസ് പറയുന്ന പേരാണ് ലീനിയർ പെയർ. ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി. ഒരു രേഖയിലെ കോണുകൾ, ജോഡിയായിട്ട് വരുന്ന കോണുകൾ ഒരു വരയിൽ നിന്നും മറ്റൊരു വര വരച്ചപ്പോൾ ഇരുവശത്തുമായി ഉണ്ടായ കോണുകൾക്ക് പറയുന്ന പേരാണ് രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ. When a line drawn from another line, the pairs of angles are formed on other sides. They are called linear pair. ഇനി linear pair ന്റെ പ്രത്യേകത പറയാൻ പോവാണ്. Sum of angle is 180 degree. ഈ രേഖീയ ജോഡിയിലെ കോണുകൾ എത്രയായിരിക്കും? കോണുകളുടെ തുക എത്രയായിരിക്കും മക്കളെ? 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ പഠന പ്രവർത്തനം. ഒരു പഠന നേട്ടമാണ് സാർ പറഞ്ഞത്. എന്താണ്? രേഖീയ ജോഡിയിലെ ആംഗിൾസുമായി ബന്ധപ്പെട്ട, ജോയിനിങ് ആംഗിൾസുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് the angles related. എന്താണ്? ലീനിയർ പെയർ. ലീനിയർ പെയർ മനസ്സിലായല്ലോ? Can you understand ലീനിയർ പെയർ? ലീനിയർ പെയർ എങ്ങനെ മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ലീനിയർ പെയർ ഉണ്ടാകുന്നത്. ഈ ലീനിയർ പെയറിലെ ആംഗിൾസിന്റെ സം ആണ് 180 ഡിഗ്രി. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എല്ലാവരും മനസ്സിലാക്കി വെച്ചോണം. ഉയർന്ന ക്ലാസ് നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാവുള്ളൂ, കാണാതെ പഠിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് അത്രയും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആശയത്തിലേക്ക് വന്നത്. ഇത്രയും കാര്യം പിടികിട്ടിയോ? ലീനിയർ പെയർ ആശയമാണ് പഠിച്ചത്. അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്ന ഒരൊറ്റ ആശയം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ ആശയം പിടികിട്ടിയോ? അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇവിടെ ഒരു വര, ആ വരയിൽ നിന്നും മറ്റൊരു വര വരച്ചിരിക്കുന്നു. അപ്പൊ രണ്ട് വശത്തുമായി എന്തുണ്ടായി? കോണുകൾ അഥവാ ആംഗിൾസുമായി. ആ ആംഗിൾസിന് പറഞ്ഞ പേരാണ് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി. ഈ രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ കോണുകൾ തമ്മിലുള്ള ബന്ധമാണ് സം ഓഫ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഈ കോണുകളുടെ തുക എത്ര വരും? 180 ഡിഗ്രി. ഓക്കേ, പഠിപ്പിക്കല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ അഥവാ ഈ ഒരു കോൺ 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ രണ്ട് കോണുകൾക്ക് എത്ര വരും? 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി is equal to എത്ര വരും? 80 ഡിഗ്രി. അപ്പോൾ ഈ കോൺ അല്ലെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 80 ഡിഗ്രി അഥവാ 80 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികിട്ടിയല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. അവസാനം അസൈൻമെന്റ് ആയിട്ട് തരാം. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ച് അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ബോർഡിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കണം. നോക്കിയാട്ടെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയുകയാണ്. ഇവിടെ ആംഗിൾ ACD is equal to ആംഗിൾ BC. എന്താണ്? കോൺ ACD കോൺ BC ആണെങ്കിൽ ഈ രണ്ട് കോണുകളും അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എത്ര നീളമാണ്? ക്വസ്റ്റ്യൻ പിടിക്കുക. എന്താ ഒരേ ഒരു
എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ആംഗിൾ ECD ഈ രണ്ടാളും ഒരേ ആംഗിളായി തുല്യ ആംഗിളായിരിക്കും. ഓക്കേ ആണല്ലോ? യെസ്. ആംഗിൾ ACD ആംഗിൾ ACD ശ്രദ്ധിക്കണേ. ആംഗിൾ ACD ശ്രദ്ധിക്കണേ. ആംഗിൾ ACD ശ്രദ്ധിച്ചു. ഈ ആംഗിളാണ്. അടുത്ത ആംഗിൾ ഓക്കേ. ആംഗിൾ അഥവാ കോൺ BCE അത് ശ്രദ്ധിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കണം. BCE ശ്രദ്ധിക്കണം. BCE കണ്ടോ? അതും ഇത് തന്നെ ആയിരിക്കും. എന്താ അപ്പൊ ഇവിടെ നോക്കി ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് എത്ര ആയിരിക്കും നമുക്കറിയാം. 180 അതിനകത്ത് അങ്ങനെ 3 ആംഗിൾസ് കൂടെ ചേരുമ്പോഴാണ് എത്ര കിട്ടുക? 180 ഡിഗ്രി. അപ്പൊ നോക്കിയേ ഇതിന് 180 ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി 150 ഡിഗ്രി വരും. 150 ഡിഗ്രി വരും. ഏതാ? ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ എത്ര വരണം? 150. അങ്ങനെയാണെങ്കിൽ ഓരോ കോണും ഓരോ ആംഗിളും അപ്പൊ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചോളാം. കോൺ ACE-യും കോൺ ECD ചേരുന്നതാണ് ഏത് കോണ്? ആംഗിൾ ACD ആംഗിൾ ACD പ്ലസ് ആംഗിൾ ACD. അടുത്ത നോക്കിയേ. കോൺ അഥവാ ആംഗിൾ BCE ആംഗിൾ ഇത് രണ്ടും നമുക്കറിയാം. എത്രയാ? ആംഗിൾ ACD എത്രയാണ്? 30 ഡിഗ്രിയാണ്. അത് നമുക്കറിയാം 30 ഡിഗ്രിയാണ്. ഈ രണ്ട് അപ്പൊ നോക്കാം. ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുകെട്ടോ അത് 150 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ
ഇത് രണ്ട് പേർക്കായിട്ട് വിഭജിക്കണം. ആംഗിൾ ACD കൊടുക്കണം, ആംഗിൾ BCD കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ അല്ലെങ്കിൽ ഈ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കണം? ഒരു കണ്ടീഷനുള്ള ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഏതൊക്കെയാണ് ആംഗിൾ അഥവാ കോൺ ACD-യും കോൺ BCD അല്ലെങ്കിൽ ആംഗിൾ BCD എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ആ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കും? എത്ര വീതമായിരിക്കും? ഈ രണ്ട് തുല്യമാക്കി മാറ്റണം. രണ്ട് പേർക്ക് തുല്യമായിരിക്കണം. ആ രണ്ട് പേർക്ക് തുല്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 150 അങ്ങനെയാകുമ്പോൾ രണ്ടു പേർക്കും തുല്യമായിട്ട് വിഭജിക്കാൻ പറ്റും. കോൺ ACയും കോൺ BCDയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 150 ഡിഗ്രി വരണം. അപ്പൊ ഞാൻ കോൺ AC 110 എടുത്തു, കോൺ BCD എത്ര ആയിരിക്കും? 40 ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നാൽ മതി? 150. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് മറന്നു പോകരുത്, അത് മനസ്സിലാക്കി വെക്കണം. എന്തായിരിക്കണം? ഈ രണ്ട് കോണുകൾ അഥവാ ഈ രണ്ട് ആംഗിളും എത്ര ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ AC is equal to എത്ര ആയിരിക്കും? 150 രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയാൽ ഒരു ഭാഗം എത്ര ആയിരിക്കും? 75 ഡിഗ്രി. ഓക്കെ, അടുത്തതോ ആംഗിൾ അല്ലെങ്കിൽ കോൺ BCD is equal to എത്ര തന്നെ വരും മക്കളെ? 75 ഡിഗ്രി. അതുകൊണ്ടാണ് സാർ മുമ്പേ പറഞ്ഞത് ഈ രണ്ട് ആംഗിൾസ് അഥവാ ഈ രണ്ട് കോണുകൾ എങ്ങനെയുള്ള കോണുകളായിരിക്കണം? ഒരേപോലെയുള്ള തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആയിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ കൂട്ട ഒരെണ്ണം 100 അടുത്ത അടുത്ത എത്ര വരും? 50. ഒരെണ്ണം 90 അടുത്ത അടുത്ത 60. അങ്ങനെ പലതരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ പോയിരിക്കാൻ വേണ്ടിയാണ് സാറ് പറഞ്ഞത് ഈ രണ്ട് കോണുകൾ എത്ര വീതമായിരിക്കണം? തുല്യമായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും പിടി കിട്ടിയ മനസ്സിലായോ? രണ്ടും എഴുതിയ മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോൺ ACDയും കാണണം, കോൺ BCയും കാണണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കോൺ നോക്കിയേ, ആദ്യത്തെ ആംഗിൾ നോക്കിയേ. ആംഗിൾ ACD is equal to നേരത്തെ എഴുതിയതാണ് ആംഗിൾ ACE പ്ലസ് ആംഗിൾ ECD. അതിനകത്തോട്ട് ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആംഗിൾ AC എത്ര മക്കളെ? ആംഗിൾ AC എത്ര മക്കളെ? 75 ഡിഗ്രി പ്ലസ്. അടുത്ത നോക്കിയേ ആംഗിൾ ECD എത്രയാണ്? അത് ഫിഗറിലുള്ളതാണ്. എത്രയാണ്? 30 ഡിഗ്രി അഥവാ 30 ഡിഗ്രി. രണ്ടും കൂടെ കൂട്ടി പറ. 105 ഡിഗ്രി അഥവാ 105 ഡിഗ്രി എന്ന് കിട്ടും. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഈ BC അല്ലെങ്കിൽ കോൺ BC അല്ലെങ്കിൽ ആംഗിൾ BC എത്ര തന്നെ ആയിരിക്കണം? 105 ഡിഗ്രി തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാ? ക്വസ്റ്റിനകത്തുള്ളതാ ആ രണ്ട് കോണുകളും ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന്. അങ്ങനെയാണ് നോക്കാം നമുക്ക്. നോക്കിയേ എല്ലാവരും ബോർഡോട്ട് നോക്കിയേ. ആംഗിൾ അഥവാ കോൺ BCD എത്രയാണ്? 75 ഡിഗ്രി പ്ലസ് കോൺ DCE അല്ലെങ്കിൽ ECD എത്രയാണ്? അത് ഫിഗറിലുള്ളതാണ് 30 ഡിഗ്രി. കൂട്ടി പറയൂ എത്ര വരും? 105 ഡിഗ്രി അല്ലെങ്കിൽ 105 ഡിഗ്രി. രണ്ട് ആംഗിൾസ് എന്തായിട്ട് കിട്ടി? രണ്ട് കോണുകൾ എന്തായിട്ട് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറായി. പിടികിട്ടി എല്ലാവർക്കും? ചെയ്ത് മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണ്? ഈ രണ്ട് കോണുകൾ ഏത് രണ്ട് കോണുകളാ മക്കളെ? കോൺ ACE അഥവാ ആംഗിൾ ACയും പിന്നെ എന്താണ്? കോൺ BCD അഥവാ ആംഗിൾ BCDയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ സാറ് മുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് 100 എടുത്താൽ അടുത്ത വരും 50, ഒന്ന് 90 എടുത്താൽ അടുത്ത വരും 60. അങ്ങനെ പലതരത്തിലുള്ള കോണുകൾ എഴുതാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ എന്തായിരിക്കണം? അവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്താ? ഈ രണ്ട് കോണുകൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? യാതൊരു സംശയം ഇല്ലല്ലോ? ഇല്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
എൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിട്ട് ചോദിച്ചാൽ മതി. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു അസൈൻമെൻ്റ് ആണ് അടുത്ത് തരാൻ പോകുന്നത്. എല്ലാവരും അസൈൻമെൻറ്റ് ചെയ്ത് ആൻസർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് പിടികിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ വന്ന ഒരു പഠന നേട്ടം അല്ലെങ്കിൽ ഒരു ആശയം എന്താണ്? രേഖീയ ജോഡി, ലീനിയർ പെയർ. ഒരൊറ്റ കാര്യം മാത്രമേ പഠിച്ചോളൂ. എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഒരു വരയിൽ നിന്നും മറ്റൊരു വര വരയ്ക്കുമ്പോൾ ഇരുവശത്തുമായി എന്തുണ്ടാവുന്നുണ്ട്? ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? അവ ലീനിയർ പെയർ ആണ്. ആ ആംഗിൾസിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. രേഖീയ ജോഡിയിലെ കോണുകൾ എത്ര ആയിരിക്കണം? 180 ഡിഗ്രി. ഇത്രയും കാര്യമാണെന്ന് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെന്റ് ഞാൻ എഴുതിയിടാൻ പോവുകയാണ്. അതെല്ലാവരും എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതാണ്. ഓക്കെ, യെസ്.